ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ആതിരാപ്പള്ളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി വാഴച്ചാലിലോട്ടുള്ളൊരു യാത്രയാണ്. ആതിരപ്പള്ളി വാഴച്ചാലിലേക്ക്. അപ്പോൾ അതിമനോഹരമായ ആതിരപ്പള്ളി കണ്ട് കുറച്ച് ക്ഷീണമൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി വാഴച്ചാലിലേക്കാണ് പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. ശരിക്കും ഈ മഴക്കാല മൺസൂൺ യാത്ര പറയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മഴ പെയ്യുന്നുണ്ട്. എന്നാലും മഴ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ചെറിയ ചാറ്റൽ മഴയാണ് പെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ചെറിയ ഒരു കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോകുന്ന വഴി ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അത് നമ്മൾ ആതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷേ അത് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ കുറച്ച് ഒരു മഴ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷേ ഇത് ചില നല്ല മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ ഇത് നല്ല പതഞ്ഞ് പാല് മാതിരി റോഡിലേക്ക് ഇങ്ങനെ വരുന്ന സ്ഥിതിയാണ്. അപ്പോൾ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. അത് നമുക്ക് ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് നമുക്കത് ഇങ്ങോട്ട് പോരാനൊന്നുമില്ല. ആ ഒരു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ടേ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ഒരു തിരക്കുണ്ട് ഇവിടെ റോഡിലൊക്കെ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെ നിർത്തുമ്പോൾ നമ്മളൊരു സൈഡ് നോക്കിയിട്ട് നിർത്തണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അത് ആ ഒരു സ്ഥിതിയും അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കയറുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ വാഴച്ചാൽ അതിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ വന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇനി അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ 10-17 ആളുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി ഒന്നിച്ച് ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ശരിക്കൊരു ഗാർഡനും അതിൻ്റെ ആ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെ വന്നിട്ട് നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് ഇവിടെ വന്നത്. അത് വേനൽക്കാലത്ത് വന്നാലും അതെ, നല്ലൊരു ചെറിയൊരു കാട് തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് ഇതൊക്കെ ഒന്ന് അനുഭവിക്കാനേ വേണം കേട്ടോ.
ഇതാ ആ കാണുന്നതാണ് നമ്മുടെ പ്രസിദ്ധമായ വാഴച്ചാൽ. ശരിക്കും വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ശരിക്കൊരു പുഴയാണ് നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗം. പക്ഷേ അതിവിടെ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല സൗണ്ടിൽ, നല്ല കളകളെന്നുള്ള സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാം. അങ്ങനെ വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല അടിച്ച് നല്ല പത പോലെ പാല് മാതിരി ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പണ്ടൊക്കെ നമുക്ക് അതിൽ ഇറങ്ങി അവിടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നു. ഇപ്പോൾ നമുക്ക് സുരക്ഷാ കാരണങ്ങളാലൊക്കെ അവിടെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ വർഷക്കാലം കൂടിയാണല്ലോ, എപ്പോഴാണ് മലവെള്ളം വരികയെന്നറിയില്ല. എങ്കിലും പണ്ടൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അത് ഈ ഭാഗത്തുനിന്ന് നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ എന്ത് ഭംഗി അറിയോ, അത് ആ സൗണ്ട് തന്നെ നമുക്ക് എത്രയോ ദൂരത്തു നിന്ന് തന്നെ ഈ സൗണ്ടും കേൾക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ആതിരപ്പള്ളി കഴിഞ്ഞ നേരം ഇങ്ങനെ ഇവിടെ വാഴച്ചാൽ അങ്ങനെ തന്നെ എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ എന്നാലും നല്ല തെളിഞ്ഞ വെള്ളവും ആ ഒരു ഭംഗി നമുക്കിങ്ങനെ കണ്ടു നിന്നാൽ നമുക്ക് അവിടുന്ന് പോകാൻ തോന്നില്ല. ഇതിൻ്റെ അരികിലൂടെ ഒരു വഴിയുണ്ട്. അതിലങ്ങ് പോയാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് പുഴയുടെ അരികിലൂടെ തന്നെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കയറുക ചെയ്യാം. നമ്മളിപ്പോൾ ആ വഴിയിലൂടെ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടുന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് നല്ലൊരു തണുപ്പും ഒരു എന്താ പറയുക, നമ്മൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയില്ലേ, പ്രകൃതിയുടെ ഒരു വരദാനം എന്നൊക്കെ പറയാം. ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യരുത്. പലപ്പോഴും ഇവിടുന്ന് പുറത്തേക്കൊക്കെ ടൂർ പോകുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ വന്നാൽ കാണാൻ എത്ര സ്ഥലങ്ങളുണ്ട്.